കോൺട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? യു ഷുഡ് ജോയിൻ ഇൻ ദ ജോബ്. അത് ഇവിടെ ആകുന്നതിനേക്കാളും നല്ലത് മറ്റെവിടെയെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ നിൽക്കണമെങ്കിൽ ഇവിടെ. പക്ഷെ അപ്പോൾ ലാംഗ്വേജ് പ്രൊഫഷൻസ് ഉണ്ടായിരിക്കണം. ലാംഗ്വേജ് പഠിച്ചു തുടങ്ങിയോ? അല്ല, ഞാൻ ചെയ്ത മെത്തേഡ് ഞാൻ പറയാം. ഞാനിവിടെ ക്ലാസ്സിൽ പോയിട്ട് അവിടെ ഞാൻ PhD വന്ന സമയത്ത്, മാസ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ആകെ 4 മാസം ഇവിടെ ഉള്ളായിരുന്നു. ബാക്കി ഫുൾ ടൈം ഫിൻലൻഡിലായിരുന്നു. അപ്പോൾ ഫിനിഷ് പഠിക്കാൻ നോക്കി കരഞ്ഞ് നാശായിപ്പോയി. ഒന്നും പഠിക്കാൻ പറ്റിയില്ല. പിന്നെ സ്വീഡിഷ് പഠിക്കാൻ നോക്കി, അത് നടന്നില്ല. കുറേ പൈസ സ്വീഡിഷ് പഠിക്കാൻ പോയി. ലിത്വേനിയയിൽ PhDക്ക് വേണ്ടി വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഡിസൈഡ് ചെയ്തൊരു കേസാണ്, ഒന്ന് ഇവിടുമായിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇൻറ്റഗ്രേഷൻ. അതിന് ലോക്കൽ കമ്മ്യൂണിറ്റിയാണ് എപ്പോഴും ഉചിതം. രണ്ടാമത്തെ കേസ് ഇവരുടെ ഭാഷ പഠിക്കണം. ഭാഷ പഠിക്കാൻ ക്ലാസ്സിൽ പോയി തുടങ്ങി. പക്ഷെ അവിടുത്തെ ഗ്രാമറൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഇപ്പം ആരെന്ന് പറയുന്നത് കിളി പോയിരുന്നു. ഇറങ്ങി ഓടിപ്പോയാലോ എന്ന് വിചാരിച്ചു. ഞാൻ ശരിക്കും ഓടിപ്പോയി കേട്ടോ. ഞാൻ 2 ആഴ്ച പോയിട്ട് പിന്നെ ഞാൻ പോയില്ല. പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്തൊരു കേസ്, ഇത് സ്വയം പഠിക്കുക. ഇപ്പം കുറേ കൂടെ സ്ട്രിക്റ്റ് ആണ്. നിങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അതും ഫ്രീ അല്ലേ? ലിത്വേനിയൻ ലാംഗ്വേജ് ഫ്രീ ആണല്ലോ. സെമസ്റ്ററിലില്ല, അടുത്ത സെമസ്റ്റർ തൊട്ട് മേ ബി ഉണ്ടാവും. ഫ്രീ ആണല്ലോ, പൈസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്നാലോചിച്ച് നോക്ക്, ഭാഷ പഠിക്കാൻ നമുക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. അപ്പം അതും ശ്രദ്ധിക്കാം. ഞാൻ ചെയ്തത് വീട്ടിൽ പോയിട്ട് യൂട്യൂബ് ഓണാക്കി എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കട്ടിലെന്ന് എണീക്കുമ്പോൾ യൂട്യൂബ് ഓണാക്കിയിട്ട് ലിത്വേനിയൻ ലാംഗ്വേജിൻ്റെ 1 മണിക്കൂറത്തെ 1.5 മണിക്കൂറത്തെ എങ്ങാണ്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് പ്ലേ ചെയ്യും. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷൊക്കെ ആയി, വല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ബുക്കൊക്കെ എടുത്തുനിന്ന് വരുന്ന സമയം 1.5 മണിക്കൂർ ആവത്തില്ലേ. അപ്പോൾ ഇത് ഫുൾ വോളിയത്തിൽ ഇട്ടിട്ട് എഴുതുന്നു. ഇപ്പം നമുക്കിപ്പോൾ ഹെഡ്സെറ്റ് ഉള്ളതുകൊണ്ട് ഹെഡ്സെറ്റ് വെച്ചിരിക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടു. അപ്പോൾ ഒരു പാട്ട് തന്നെ ഒരു 10 തവണ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ പാട്ട് പഠിക്കില്ലേ? പഠിക്കും. ഈ സെയിം മെത്തേഡാണ് ഞാൻ ചെയ്തത്. എല്ലാ ദിവസവും ഇത് തന്നെ, ഒരു മാറ്റവും ഇല്ല. പിന്നെ ഇവരുടെ ന്യൂസ് കേൾക്കാൻ തുടങ്ങി, ഇവരുടെ റേഡിയോ കേൾക്കാൻ തുടങ്ങി. എനിക്ക് വീട്ടിൽ റേഡിയോ ഉണ്ട്, ലിത്വേനിയൻ റേഡിയോ ഉണ്ട്. പണ്ടത്തെ നമ്മുടെ നാട്ടിലത്തെ റേഡിയോ സെറ്റില്ലേ, അതുകൊണ്ട് റേഡിയോ ഉണ്ട്. അപ്പം അതിൽ ലിത്വേനിയൻ ചാനൽ വെക്കും, ന്യൂസ് കേൾക്കും, പാട്ടുകൾ കേൾക്കും. നമ്മുടെ പാട്ടുകൾ കേൾക്കില്ല എന്നല്ല, പക്ഷേ ഇവരുടേത് പഠിക്കാനായിട്ട് എഫേർട്ട് നമ്മൾ എടുത്തു തുടങ്ങി. അപ്പോൾ ഈ ടെക്നിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ LSMU യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പല യൂണിവേഴ്സിറ്റികൾക്കും മെഡിക്കൽ കോഴ്സ് പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ മസ്റ്റായിട്ട് ലാംഗ്വേജ് കമ്പൽസറി ആണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ LSMUയിൽ പോകുമ്പോൾ പറഞ്ഞു തന്നേക്കാം. അപ്പോൾ VMUയിൽ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കുട്ടികളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. VMUവിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ നിങ്ങൾ കണ്ടു. എല്ലാവരും വളരെ സേഫായിട്ട് ഹാപ്പിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യേണ്ടവർ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ പഠിക്കുന്ന കുട്ടികളാണ്. പേരൻസും സ്റ്റുഡൻസും സീരിയസ് ആയിട്ട് പഠനത്തിന് ഫോക്കസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഐ ബി റിയലി ഗ്ലാഡ് ടു ഹെൽപ്പ് യു. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അന്വേഷിച്ച സാറിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എന്തെങ്കിലും അഡ്വൈസ് കുട്ടികളോട് ഇനി പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇതന്നെയാണ് പറയാനുള്ളത്. ടോട്ടലി പാർട്ട് ടൈം ആവരുത്, പഠിത്തവും വേണം. ജീവിതമാണേ. അതെ, പാർട്ട് ടൈം ഒക്കെ നമുക്ക് പഠിച്ച് തീരുന്നവരെ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അതന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തായാലും പഠിച്ചാൽ മാത്രമേ നമുക്ക് അത് ഫോക്കസ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഇപ്പം പാർട്ട് ടൈം ചെയ്യുന്ന ജോലി ഒന്ന് ഫർദർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കുറേ കഴിഞ്ഞ് നമുക്ക് മടുക്കും. പഠിക്കുമ്പോൾ ചെറിയ ഏണിങ്സ് ഉണ്ടാക്കുക എന്ന് മാത്രമേ അതിൻ്റെ ഒരു ഇതുള്ളൂ. സോ പഠിക്കുക, കരിയർ ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക, മച്യൂരിറ്റി എപ്പോഴും ഉണ്ടായിരിക്കുക. പിന്നെ നിങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതർവൈസ് നമ്മൾ ഡോർമെട്രിയിലാണ് താമസിക്കുന്നതെങ്കിൽ നമ്മുടെ മമ്മി പപ്പയൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഫുഡ് കഴുകി, പാത്രം കഴുകി, ക്ലീൻ ചെയ്ത് അടുക്കള നീറ്റാക്കി ഇട്ടിട്ടൊക്കെ പൊക്കോണം. നിങ്ങളുടെ ഫ്ലാറ്റിലും ചെക്കിംഗ് ഒക്കെ ഉണ്ടോ ഇടയ്ക്കൊക്കെ? നമ്മള് ഓണർ ഇടയ്ക്ക് വരാറുണ്ട്. ചെക്കിംഗ് ഒന്നും ഇല്ല, എന്നാലും ജസ്റ്റ് ഇങ്ങനെ പറയും. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര സൈലന്റാണ്, അതും കൂടെ മെൻഷൻ ചെയ്തു. ലൈക്ക് ഇവിടുത്തെ ആൾക്കാർ നമുക്ക് അവർ കുറച്ചുകൂടെ സമാധാനം, പീസ്. ഇവിടെ അധികം സൗണ്ട് ഒന്നും ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് കൂടെ വന്നപ്പം നാട്ടിൽ കുറെ ഒന്നെങ്കിലും ആൾക്കാർ സംസാരിക്കുന്ന അല്ലെങ്കിൽ വണ്ടി പോകുന്ന സൗണ്ടൊക്കെ കേൾക്കും. ഇവിടെ അതുപോലും ഇല്ല. ഈവൻ്റെ ഒരു ഹോൺ പോലും നമ്മൾ കേൾക്കുന്ന വളരെ എന്നാന്ന് തോന്നുന്നു. അത്രയും ഇത് ഒബേ ചെയ്തില്ലെങ്കിൽ മാത്രമേ അവർ ഹോൺ അടിക്കുള്ളൂ. അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സ്ട്രെയിൻ ഫീൽ വരും. ഇതെന്താ ഫുള്ള് സൈലന്റ് ആണല്ലോ എന്നുള്ള സാധനം വരും. പക്ഷേ ആൾക്കാരാണെങ്കിലും ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് അവിടുത്തെ വർക്കേഴ്സ് ലിത്വേനിയൻസ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ചോദിക്കുമ്പോൾ അവർ പറയും നോ ഇംഗ്ലീഷ്. ഇതായിരിക്കും ഫസ്റ്റ് കിട്ടുന്ന അപ്രോച്ച്. പിന്നെ നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്ത് സാധനങ്ങളൊക്കെ കണ്ടെത്തും. അതിലൊരു പിന്നെ നമ്മളത് രസമായിട്ട് എടുക്കും. ഇപ്പം ഞങ്ങൾക്ക് 3 പേർക്കും ആദ്യം ഇതൊക്കെ ഭയങ്കര ഇതെന്താ അവരാരും ഹെൽപ്പ് ചെയ്യാത്ത എന്നൊക്കെ ചോദിക്കും. അങ്ങനെയായിരുന്നു. ഇവിടുത്തെ പ്രായമുള്ളവരാണ് ഇവിടെ കൂടുതലുള്ളവർ. യങ്സ്റ്റേഴ്സ് ഇംഗ്ലീഷ് സംസാരിക്കും. പിന്നെ ലിത്വേനിയയിൽ മോസ്റ്റ്ലി കുറച്ചുകൂടെ പ്രായമുള്ളവരാണ്. സോ അവർ ലിത്വേനിയൻ മാത്രമേ സംസാരിക്കൂ.
സോ അതൊക്കെ പിന്നെ ലാംഗ്വേജ് മാം പറഞ്ഞ പോലെ ഗ്രാജുവലി പഠിച്ച് വരാം, അപ്പം എല്ലാം അങ്ങ് ശരിയായിക്കോളും. അതെ, ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ ഐ വുഡ് ലൈക്ക് ടു ബൈ കോഫി, വെർ ഇസ് കോഫി, അപ്പൊ എന്നിട്ടത് കാണിക്കുക. അപ്പൊ അവിടെ ഇരിക്കുന്ന അമ്മച്ചി അങ്ങനെ കാണിക്കും. നമുക്ക് ആംഗ്യ ഭാഷ ഈവൻ ചിലപ്പോ ആളുകൾ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരിക്കും, അപ്പൊ അവർ ആംഗ്യ ഭാഷയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാണിച്ചു തരും. പക്ഷെ ചില ആളുകൾ ഡയറക്റ്റ് ആയിട്ട് നോ ഇംഗ്ലീഷ് അങ്ങനെ പറഞ്ഞു. ചിലരൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം യങ്സ്റ്റേഴ്സ് ആണ് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെയൊക്കെ പലതും പല ആപ്പും കാർഡും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബസ്സിന്റെ ഒക്കെ സ്റ്റുഡന്റ് കാർഡ് അപ്പം അതൊക്കെ ഭയങ്കര സ്റ്റുഡൻറ് കാർഡൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ 14 സെൻറ്റിനൊക്കെ ഒത്തിരി ദൂരമൊക്കെ നമുക്ക് അത് വെച്ച് വരാം. പിന്നെ സ്റ്റുഡൻറ് കാർഡ് എടുക്കാനും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് റീചാർജ് ചെയ്താൽ മതി. ഇതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പം 14 എടുക്കാൻ 14 റീചാർജ് എത്രയാണ്? 5 €6 അത്രേ ഉള്ളൂ.